വേറെ അദ്ദേഹത്തിൻ്റെ മകനെ പറ്റി ഞാൻ വല്ലതും മോശമായിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല. കാരണം എനിക്കറിയില്ല. മകനെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല, ആരെ പറ്റി അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ. മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിൽ ED-യിൽ നിന്നൊരു നോട്ടീസ് ഉണ്ടായി. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ED-യും സംശയദൃഷ്ടിയിലാണ്. പ്രതിപക്ഷത്തിനെതിരെ ആ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. അപ്പോൾ പിണറായിയുടെ മകനെതിരെ കത്തയക്കുമ്പോൾ മാത്രം അതിലെന്തോ കഴമ്പുണ്ടെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ വരുന്ന സമയത്ത് അല്ല, ഞങ്ങൾ കഴമ്പെന്നല്ല, ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. അതാണ്, അത് നല്ല ചോദ്യമാണ്. ഞങ്ങൾ മെറിറ്റിലേക്ക് ഒന്നും പോയില്ലല്ലോ. എന്താണ് ഇങ്ങനെ അല്ല കേട്ടോ, എന്താണ് ഇങ്ങനെ ED-യിലും വിശ്വസമില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞില്ല എന്താണ് ഇങ്ങനെ 2023 ഒരു കത്തയച്ചത്, എന്താണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം, അതേ അഭിപ്രായം പറയണം. ഞാൻ അതാ പറഞ്ഞുള്ളൂ. വേറെ അദ്ദേഹത്തിൻ്റെ മകനെ പറ്റി ഞാൻ വല്ലതും മോശമായിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല. കാരണം എനിക്കറിയില്ല. മകനെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല, ആരെ പറ്റി അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ. മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിൽ ED-യിൽ നിന്നൊരു നോട്ടീസ് ഉണ്ടായി. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ED-യും സംശയദൃഷ്ടിയിലാണ്. ED-യും സംശയദൃഷ്ടിയിലാണ്, അവരും സംശയദൃഷ്ടിയിലാണ്. എന്താണ് ഇവർ രണ്ടുപേരും കൂടി മൂടി വെച്ചാണ്? അതാണ് ചോദിച്ചത്. അതാണ് ചോദിച്ചത്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ED വിവിധ സംസ്ഥാനങ്ങളിലെ BJP ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ കേസിൽ ഇവിടെ മാത്രം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നോട്ടീസ് പോലും അയക്കാറില്ല. വേട്ടയാടലല്ല. അല്ലെന്ന് ഇവിടുത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായത്? ഇവിടെ ഒന്ന് പറയട്ടെ ED ഒന്ന് പറയട്ടെ, എന്തിനാണ് നോട്ടീസ് അയച്ചത്? ഭീഷണിപ്പെടുത്തി നോട്ടീസ് അയച്ചിട്ട് ആ ഇലക്ഷൻ്റെ കാര്യം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്താണോന്ന് ഞങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ.